ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. 3 പയലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും. ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷനാണ് ആ ഒരു പേഴ്സൺ എടുക്കുന്നത്. ഒരുപക്ഷെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, രണ്ടുപേർക്കും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, ഒരാൾ ഒരുപക്ഷെ ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ആയിരിക്കാം. എന്നിരുന്നാലും ആ ഒരു അവസ്ഥയിലും നിങ്ങളെ ഓർത്തിട്ടാണ് ആ വ്യക്തി വേദനിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷനാണ് ആ ഒരു പേഴ്സൺ എടുക്കുക. അതിൻ്റെ കാരണം ആ ഒരു കാർഡിൽ തന്നെയുണ്ട്, അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ മാനസികാവസ്ഥയും ഒക്കെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെയായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷനാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ പയൽ സെലക്ട് ചെയ്തവർക്ക് സൈലൻസ്. അതായത് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെയധികം സാഡ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൈലൻ്റ് ആയിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. അതിൻ്റെ കാരണം സാഹചര്യം അനുകൂലമല്ലാത്തതാവാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. വളരെയധികം സാഡാണെന്നുള്ളത് ആ വ്യക്തിയുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെയധികം ആലോചിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം സൈലൻ്റ് ആയിട്ടാണ് ആ പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തി പെട്ടെന്നൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. അത് ആ വ്യക്തിയുടെ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ആ വ്യക്തി സൈലൻ്റായി നിൽക്കുന്നത്. തേർഡ് പയൽ സെലക്ട് ചെയ്തവർക്ക് പേഷ്യൻസ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻസ് രണ്ടുപേരുടെയും നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളിലാണെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ക്ഷമയോടുകൂടി കാത്തു നിൽക്കൂ എന്നുള്ളതാണ്. സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നത്. അത് നിങ്ങളെ അറിയിക്കാൻ പോലും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും റീയൂണിയനിലേക്ക് വരും. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഡിസിഷനാണ് എടുക്കുക. വൈഫ് ഓർ ഹസ്ബൻഡ്, ലവർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പേഴ്സൺ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഡിസിഷനാണ് ഈ പേഴ്സൺ എടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.